മൂലധനം എന്തിനും ആവശ്യമാണ്. നമുക്ക് സ്വാതന്ത്ര്യം വേണം, ജനാധിപത്യ ഭരണം വേണം, കൃഷിഭൂമി വേണം, തൊഴിൽ വേണം, സുഖമായ ജീവിതം വേണം. അതിനുവേണ്ടി നമുക്ക് മുടക്കാനുള്ള മൂലധനം നമ്മുടെ എല്ലാവരുടെയും ആബാലവൃദ്ധം ജനങ്ങളുടെയും ത്യാഗമാണ്. ത്യാഗം മാത്രമാണ്. കേശവനുണ്ണിത്താന് ദിവാൻജിയുടെ ഗവൺമെന്റ് പതിച്ചു കൊടുത്ത പുറമ്പോക്ക് ഭൂമിയിൽ 40 കുടുംബങ്ങൾ താമസമുണ്ട്. വർഷങ്ങളായി അവർ അവിടെ താമസിച്ചു വരികയാണ്. ആ ഭൂമി അവർക്ക് പതിച്ചു കിട്ടാൻ വേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായി സമരം ചെയ്യണം. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു ഭാഗമാണിത്. എന്താ എല്ലാവർക്കും മനസ്സിലായില്ലേ? അല്ലേ? അപ്പോ ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് ആലോചിക്കാം. മമ്മൂട്ടി അവിടം വരെ ഒന്ന് ചെന്ന് ഈ പുറമ്പോക്കിൽ താമസിക്കുന്ന കൃഷിക്കാരെ വിളിച്ചു കൂട്ടി അവരോട് സംസാരിക്കണം. അപ്പൊ രവി വരുന്നില്ലേ? ഞാൻ 2-3 ദിവസം അവരുടെ വീട്ടിൽ പോയിട്ട് എനിക്ക് ഒന്നിരുന്ന് ഉറങ്ങണം. അപ്പൊ എനിക്ക് ഉറങ്ങണ്ടേ? ഞാൻ പെണ്ണ് കിട്ടിയിട്ട് 7 ദിവസം കൂടി ആയില്ലേ? അത് നേരാ. മണവരെ കഴിയേണ്ട ദിവസമല്ലയോ? ഇവിടുത്തെ 2 ദിവസമേ ഞാൻ മണവറയിൽ കഴിഞ്ഞുള്ളൂ. അപ്പൊ താൻ പോയാലും ഇന്ന് ഉറങ്ങാനൊക്കെ മണവറയിൽ ഉറങ്ങണതാണോ ഇവിടുത്തെ കുഞ്ഞ് വലിയ കാര്യം? പിള്ളേരെ കാണുന്നതല്ലേ? ഞാൻ പോകുന്നത് എന്റെ 2 പിള്ളേരെയും കാണാൻ വേണ്ടിയാ. അവർ രണ്ടും എന്നെ കാണാ വലിയ ബഹളമാണ്. പൊയ്ക്കോ വെറുതെ പിള്ളേരെ പഴി പറയണ്ട അല്ലേ? അത് നേരെ. മധു ഇപ്പൊ എവിടെ നിന്ന് വരുന്നു? ഞാൻ ചുമ്മാ ഇങ്ങനെ ഇറങ്ങി. ഒരു രസവുമില്ല. തന്നെ തിരക്കിയാൽ കാണാൻ കൂടി കിട്ടുകയില്ല. ഈ കുഗ്രാമത്തിൽ സമയം പോക്കാൻ ഒരു വഴിയുമില്ല. എനിക്ക് സമയം തികയുന്നില്ല. താൻ കണ്ട ദാരിദ്ര്യക്കൂട്ടങ്ങളുടെ കൂടെയല്ലേ നിന്റെ രാഷ്ട്രീയം? അറുബോറ്. ഞാൻ പറയുന്നത് നിനക്കും നീ പറയുന്നത് എനിക്കും മനസ്സിലാവില്ല. അതുകൊണ്ട് ആ വിഷയത്തെ പറ്റി നമുക്ക് സംസാരിക്കണ്ട. വീട്ടിലോട്ട് കയറുന്നു. വരാം. എന്നാ വാ. ശാരദേ, ശാരദേ, വാ വാ. ശാരദേ, ശാരദേ, നമസ്കരിക്കും. കുഞ്ഞുങ്ങളെവിടെ? നബീസ വന്ന് അമ്മണി എടുത്തോണ്ട് പോയി. അപ്പോൾ അപ്പുന്റെ ഒരു പിണക്കം. ഉടനെ അവനെ എടുത്തോണ്ട് പോയി. ഈ മേത്തച്ചികളുടെ കൂടെയെല്ലാം കുഞ്ഞുങ്ങളെ അയക്കുന്നത് എന്തിന്? ഞങ്ങൾ ഒരു കുടുംബം വരെ കഴിഞ്ഞുകൂടുന്നവരാണോ? നബീസയെ കണ്ടാ പിന്നെ അമ്മണി എന്നെ തിരിഞ്ഞു നോക്കുപോലുമില്ല. ഞാൻ ഈ ജുബ്ബോൻ അയച്ചിട്ടേക്ക് തരാം. അമ്മണിക്ക് എത്ര വയസ്സായി? ശാരദയെ കണ്ടാൽ പ്രസവിച്ചതാണെന്ന് തോന്നുകയില്ല. മധുവിന്റെ കണ്ണിന്റെ തകരാറാണ്. ശാരദ എന്നെ തെറ്റിദ്ധരിച്ചു. ഏയ്, എന്തിന്? ഞാനൊരു വികാരജീവിയാണ്. വളരെ ദുർബലമാണ് എന്റെ മനസ്സ്. ഉള്ളിൽ തോന്നുന്നത് പറഞ്ഞു പോകും. നല്ല കാര്യങ്ങൾ മാത്രം മനസ്സിൽ തോന്നിപ്പിക്കണം. അപ്പോൾ കുഴപ്പമുണ്ടാവില്ല. പോട്ടെ പോട്ടെ, എന്റെ വേദനകൾ എന്റെ ഉള്ളിൽ തന്നെ ഇരിക്കും. ശാരിയുടെ അച്ഛനും അമ്മയ്ക്കും സുഖം തന്നെയല്ലേ? എന്നെ ശാരദ എന്ന് വിളിച്ചാൽ മതി. എന്റെ ഭർത്താവ് പോലും ഓമനപ്പേരിട്ട് എന്നെ വിളിക്കാറില്ല. വീണ്ടും തെറ്റിദ്ധരിച്ചു. എനിക്ക് നേരായ ധാരണകളേ ഉള്ളൂ. പിന്നെ എന്റെ അച്ഛനും അമ്മയ്ക്കും സുഖം തന്നെ. ഞാൻ ഈയിടെ വീട്ടിൽ പോയിരുന്നു. നിങ്ങള് വീട്ടുകാര്യങ്ങളും പറഞ്ഞിരിക്കുകയാണ്. ശാരദ, അയാൾക്കൊരു ചായയെങ്കിലും കൊടുക്കണ്ടേ? വേണ്ട, എനിക്ക് അങ്ങോട്ടൊന്ന് ഇറങ്ങാൻ തിടുക്കമുണ്ട്. അത്ര തിടുക്കമുള്ള ആൾ എന്തിനാ അങ്ങോട്ട് വന്നത്? ചായ വേഗമിടാ. വേണ്ട, ഇനിയൊരു ദിവസമാകാം. ഞാൻ ഇറങ്ങട്ടെ രവി? എന്നാട്ടെ, ഇറങ്ങട്ടെ. നിനക്കെന്താ ഒരു പുഞ്ചിരി? ഞാൻ ഈ മധുവിനെ പറ്റി ഓർത്തിച്ചിരിക്കുകയാണ്. അയാൾക്ക് പെണ്ണുങ്ങളെ കാണുമ്പോ കണ്ണി കൂടെ വെള്ളം വരും. അയാളൊരു നിത്യകാമുകനാ. പഠിക്കുന്ന കാലം മുതൽക്കേ ഇങ്ങനെയാ. മിക്കവാറും ഇവിടെ വരും. രവി ഉണ്ടോന്ന് ചോദിച്ചോണ്ട്. ഇവിടെ കാണുകയില്ലെന്നറിയാം. വന്നാ ഒരുമാതിരി അളിഞ്ഞ വർത്തമാനം പറഞ്ഞോണ്ട് ചടഞ്ഞങ്ങിരിക്കും. ഓ, എനിക്ക് വെറുപ്പാ. അപ്പോഴേ നമ്മളിങ്ങനെ പരദൂഷണം പറഞ്ഞോണ്ടിരുന്നാ മതിയോ? പിന്നെ എന്തു വേണം? അല്ല, ഞാൻ കുറെ ദിവസം കൂടെ വീട്ടിലോട് വന്നതല്ലേ. അതുകൊണ്ട് രഹസ്യം പറയട്ടെ. ഓ, ഇവിടെ അങ്ങും ആരുമില്ല. ഇവിടെ ഇരുന്ന് പറഞ്ഞാ മതി. അയ്യോ, പിള്ളേരെ വെച്ചോ കണ്ടുകൊണ്ടോ വലിയ കുറച്ചില്ല. എന്നാ പിന്നെ പറയാ. അയ്യോ, അങ്ങനെ പറയല്ലേ.
ഞാനിന്ന് മോന് 2-3 അടിയങ്ങ് കൊടുത്തു. എന്തിന്? മഹാകുശൃതി. മോളെ എപ്പോഴും കരയിപ്പിക്കും. അവനവളെ തല്ലോ? തല്ലുന്നത് എന്തിനാ? അവൻ അവളോട് പറയും, അച്ഛൻ എന്റെ അച്ഛനാണല്ലോ എന്ന്. അവളത് കേൾക്കാനുള്ള അവസ്ഥ അങ്ങോട്ട് കരച്ചിലും തുടങ്ങി. അച്ഛന്റെ കാര്യത്തിൽ അവൾക്ക് മാത്രമാണ് അധികാരം. അല്ലേ മോളെ? എന്റെ മോള് കരയൊന്നുമില്ല. അല്ലേ മോളെ? ഞാൻ അവിടെ അച്ഛൻ തന്നെ. അച്ഛൻ അങ്ങ് പറഞ്ഞേച്ചാ മതിയല്ലോ. എന്റെ പൊന്നുമോള് പുന്നാരിച്ച് പെണ്ണിനെ ഉണർത്തിയാലേ. അത് ശരിയാണ്. അവൾ ഉണർന്നാൽ എല്ലാം തെറ്റി. ആരാ ആരാ? വലിയ കുഴപ്പമായി. എന്താ? എന്താണോ? ഗുണ്ടകളും പോലീസും ചേർന്ന് നമ്മുടെ പുറമ്പോക്കിൽ താമസിച്ചിരുന്നവരുടെ വീടുകൾ കൊള്ള ചെയ്തു, കുടിലുകൾ കത്തിച്ചു. അവർ നമ്മുടെ വീടുകൾ കടന്ന് ആക്രമിക്കുകയാണ്. ഇരുട്ടത്ത് ഗുണ്ടകളുടെ കുത്തേറ്റ് 2 പോലീസുകാർ മരിച്ചിട്ടുണ്ട്. ഇത് കരുതിക്കൂട്ടിയുള്ള ആക്രമണമാണ്. ജനങ്ങളുടെ സ്വാതന്ത്ര്യദാഹം ഇതുകൊണ്ടൊന്നും തണുപ്പിക്കാൻ പറ്റില്ല. ഞാൻ അങ്ങോട്ട് പോവുകയാണ്. അയ്യോ വേണ്ട, പോകണ്ട. ശാരദേ, നീ എന്ത് പറഞ്ഞു? ഞാൻ പോകരുതെന്നോ? പാവപ്പെട്ട ജനങ്ങളെ ചെന്നായ്ക്കൾ വേട്ടയാടുമ്പോൾ ഞാൻ അടച്ചുമൂടി വീട്ടിനകത്തിരിക്കണമെന്നോ? അങ്ങനെയുള്ള ഒരു ഭർത്താവിനെയാണ് നീ ആശിച്ചിരുന്നെങ്കിൽ അത് നേരത്തെ കരുതേണ്ടതായിരുന്നു. രവിയെ നീ ഇന്നാണോ അറിയുന്നത്? പോകണ്ട, ഇപ്പോഴങ്ങോട്ട് പോകണ്ട. റിസോർട്ട് പാർട്ടി എത്തി. നമ്മുടെ ആളുകളെ ഓടിച്ചിട്ട് പിടിക്കുന്നു. രവി സാറിന് തിരക്കുന്നുണ്ട്. അയ്യോ, എങ്ങോട്ടെങ്കിലും ഒളിക്കണം. അയ്യോ പൗരജനങ്ങളെ, അക്രമികളായ കൃഷിക്കാരും തൊഴിലാളികളും രാജാവിനും രാജ്യത്തിനുമെതിരായി ആയുധമെടുത്ത് കലാപം തുടങ്ങിയിരിക്കുന്നു. ആയതിനാൽ അവരുടെ എല്ലാ സംഘടനകളെയും ഗവൺമെന്റ് നിരോധിച്ചിരിക്കുന്നു. ഈ താലൂക്ക് ഒട്ടുക്ക് നിശാനിയമം പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ വീടിന് പുറത്ത് ആരും തന്നെ ഇറങ്ങുവാൻ പാടില്ല. അക്രമികളുടെ നേതാക്കളായ രവി, മമ്മൂട്ടി എന്നിവരെ ജീവനോടുകൂടിയോ അല്ലാതെയോ പിടിച്ചു കൊടുക്കുന്നവർക്ക് 5000 ഉറുപ്പിക പാരിതോഷികം കൊടുക്കുന്നതാണ്. അവർക്ക് അഭയം നൽകുന്നവർ ശിക്ഷാർഹരാണ്. രക്ഷപ്പെട്ടു. ഞാൻ ഒളിവിൽ പോകാൻ തന്നെ തീരുമാനിച്ചു. തീരുത്തം കൊണ്ടല്ല, ഈ ദിവാൻ ഭരണത്തിന് ഒരു അറുതി വരുത്തണം. ശാരദേ, നീ എന്നെ ഓർത്ത് ദുഃഖിക്കണ്ട. എന്നെ ആരും പിടിക്കാൻ പോകുന്നില്ല. പക്ഷേ നീയും കുഞ്ഞുങ്ങളും പലതും സഹിക്കേണ്ടി വരും. എന്ത് കഷ്ടപ്പാടും ഞങ്ങൾ സഹിക്കാം. എന്ത് തന്നെ സഹിക്കേണ്ടി വന്നാലും രാജ്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയാണെന്ന് കരുതണം. പോലീസ് ഒഴിവാതിരിക്കുന്നു. അറസ്റ്റ് ചെയ്തിരിക്കുന്നു. Let's